ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നത് നമ്മുടെ വിഷയം അരിമ്പാറയും പാലുണ്ണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് കുറച്ച് നാച്ചുറൽ റെമഡീസ് ഉപയോഗിച്ച് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അരിമ്പാറയും പാലുണ്ണിയൊക്കെ ഉള്ളവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ല ഈസി ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ റെമഡീസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കുറേ റെമഡീസ്, അതിൻ്റെ പാട് പോലും ഉണ്ടാകില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് റെമഡീസ് പറയുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ അരിമ്പാറയും പാലുണ്ണിയും ഒന്നല്ല, കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ രണ്ടും ഒന്നല്ല കേട്ടോ, രണ്ടാണ്. അരിമ്പാറ വേറെയാണ്, പാലുണ്ണി വേറെയാണ്. ഈ അരിമ്പാറ എന്ന് പറയുന്നത് നമ്മുടെ കാലിലും കയ്യിലൊക്കെ ആയിരിക്കും കൂടുതലും കാണാം. നല്ല കട്ടിയുള്ള ഒരു സ്കിന്നായിരിക്കും അതിൻ്റെ, ഭയങ്കര കട്ടിയുള്ള, അതിൻ്റെ സ്കിന്നിന് ഭയങ്കര കട്ടിയായിരിക്കും, ഒന്ന് കുറച്ച് പൊന്തി നിൽക്കും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ അരിമ്പാറ എന്ന് പറയുന്നത്. ഇനി പാലുണ്ണി ആണെങ്കിൽ നമ്മുടെ അൺഡ്രാംസ്, പിന്നെ നെക്ക്, ഫേസ് അവിടെയൊക്കെ ആയിരിക്കും കൂടുതലും വരിക. കഴുത്തിൽ, കക്ഷത്തും ഫേസിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അത് കാണപ്പെടുക. അത് ഒരു ചെറിയ കടുകുമണി പോലെ നല്ലപോലെ പൊന്തി നിൽക്കുന്നതായിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ഈ പാലുണ്ണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാണ് കേട്ടോ, ഒന്നല്ല. അപ്പോൾ നമുക്ക് റെമഡീസിലേക്ക് കിടക്കാം. എന്തൊക്കെയാണെങ്കിൽ അരിമ്പാറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. ഗാർലിക് ഉണ്ടല്ലോ, ഗാർലിക്കിൻ്റെ ഒരു അല്ലി എടുക്കാം, എന്നിട്ട് അതൊരു കമ്പിൽ കുത്തിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയ ശേഷം ഈ അരിമ്പാറയുടെ മേലെ വെച്ച് കൊടുക്കാം. ഒരാഴ്ചയിൽ അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചൂട് പറ്റില്ലെങ്കിൽ ഈ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയ ശേഷം അത് നെടുകയൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, അത് ഈ അരിമ്പാറയുടെ മേലെ ഇങ്ങനെ കമിഴ്ത്തിയിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും വെച്ച് കെട്ടുക. ഓവർനൈറ്റ് ഇങ്ങനെ കെട്ടി വെച്ച് കിടക്കാം. അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഉപ്പുവെള്ളം ഉണ്ടല്ലോ, ഉപ്പുവെള്ളം ഒരു ഇളം ചൂടുള്ള ഉപ്പുവെള്ളം കൊണ്ട് ഈ അരിമ്പാറയുള്ള ഭാഗം ഇങ്ങനെ കഴുകി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക, അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് അലക്കുകാരം ഉണ്ടല്ലോ, ഈ അലക്കുകാരം കുറച്ച് പാലിൽ മിക്സ് ചെയ്യാം, എന്നിട്ടൊരു പേസ്റ്റ് രൂപമാക്കി എടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മുടെ ഈ അരിമ്പാറയുടെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാം, തുളസി ഉണ്ടല്ലോ, തുളസിയുടെ നീരെടുക്കുക. എല്ലാം ഒന്ന് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജ്യൂസ് കിട്ടും. അത് നമ്മൾ ഈ അരിമ്പാറ മുകളിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. ഇതൊരു മാസത്തോളം എടുക്കും, പക്ഷെ ഒരു പാട് പോലും ഉണ്ടാകില്ല. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വളരെയേറെ ഗുണങ്ങളുള്ളതാണ് ഈ തുളസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്നി ആണെങ്കിലും അതൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും, അല്ലെ, ബ്ലാക്ക് സ്പോട്ട്സ് പോകാനും. അപ്പോൾ ഈ അരിമ്പാറയ്ക്ക് അത് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തത് നമുക്ക് പാലുണ്ണി നോക്കാം. പാലുണ്ണിക്കുള്ള റെമഡീസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്ത ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടല്ലോ, അത് ഹെയറിന് മാത്രമല്ല നമുക്ക് ഈ പാലുണ്ണി കളയാൻ ഉപയോഗിക്കാം. അതിൽ കുറച്ച് കോട്ടൺ ബോളിലൊന്ന് മുക്കിയ ശേഷം ഈ പാലുണ്ണിയുടെ മേലെ ഒന്ന് വെച്ചിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഓവർനൈറ്റ് വെച്ച് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ അത് കൊഴിഞ്ഞു പോകും, ഒരാഴ്ച കൊണ്ട് തന്നെ കൊഴിഞ്ഞു പോയിക്കോളും. അല്ലെങ്കിൽ പിന്നെ ഇരട്ടിമധുരം ഉണ്ടല്ലോ, ഇരട്ടിമധുരം വാങ്ങി അത് വറുത്ത് പൊടിക്കാം. നല്ലപോലെ പൊടിച്ച ശേഷം തേനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാലുണ്ണിയുടെ മേലെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. അതും ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ പാലുണ്ണി കൊഴിഞ്ഞു പൊക്കോളും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും, ഒരു കണ്ടതുമാതിരിയുള്ളൊരു സ്ട്രാൻഡ് എടുക്കുക ഹെയറിൻ്റെ, എന്നിട്ട് ഈ പാലുണ്ണിയുടെ ചുറ്റും നല്ല പോലെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഹെയറിൻ്റെ രണ്ടറ്റവും വെട്ടിക്കളയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു ഓവർനൈറ്റ് അങ്ങനെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ അത് താനെ കൊഴിഞ്ഞു പൊക്കോളും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന തുളസി ഉണ്ടല്ലോ, തുളസിയുടെ നീര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നീര് മേലെ വെച്ച് ഒന്ന് ഒരു ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഓവർനൈറ്റ് വെച്ച് കിടക്കാം. ആഴ്ചയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ കുറച്ച് ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. ഒരു മാസത്തോളമൊക്കെ എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റെമഡീസ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റെമഡീസാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലും അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കളഞ്ഞത് ഗാർലിക്ക് ചൂടാക്കി വെച്ചിട്ടാണ് ഓവർനൈറ്റ് അത് ടൈറ്റ് ചെയ്ത് വെക്കും. ഇൻസുലേഷൻ ഉണ്ടല്ലോ, ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട്
പൊട്ടിച്ചു വയ്ക്കും ഓവർനൈറ്റ്. നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യുക, എല്ലാത്തിലും കൈയിട്ട് വരരുത്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുള്ളവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് നാച്ചുറൽ റെമഡീസ് ഉണ്ട്, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും ട്രൈ ചെയ്യാം, ഒരെണ്ണം മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.